പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ ഇരട്ടിയായിട്ട് വളരുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് പനിക്കൂർക്കയുടെ ഇല എന്ന് പറയുന്നത്. ഈ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. ഒരു 5-6 എണ്ണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം തലയിൽ തേക്കുന്ന സമയത്ത് നീരിറക്കം ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിനും പനിയും കാര്യങ്ങളും ഒന്നും വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ മുടി നല്ല സ്വാഭാവികമായ കറുത്ത നിറത്തിലേക്ക് കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും. കാരണം ഈ പനിക്കൂർക്കയില സ്ഥിരമായിട്ട് നമ്മൾ തലയിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ ഈ പാക്കൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുടി നരയ്ക്കൊന്നുമില്ല, നരയ്ക്കാതെ നല്ല കറുത്ത നിറത്തിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വളരെയധികം സഹായിക്കുന്നതാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. പനിക്കൂർക്കയിലെ വെച്ച് തന്നെ നമുക്ക് തലമുടി നരയൊക്കെ മാറുന്നതിനുള്ള ഡൈ തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ആ ഡൈയും. അപ്പോൾ ഞാനിപ്പോൾ പനിക്കൂർക്കയിലയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ തുളസി ഇലയാണ് എടുത്തിട്ടുള്ളത്. തുളസി ഇല എടുത്തിട്ടുണ്ട്. വെളുത്ത തുളസിയോ ചുമന്ന തുളസിയോ നമുക്ക് ഏത് തുളസി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. തുളസിയും ഒരു പിടിക്കും വേണ്ടിയിട്ട് ഇല എടുത്തിട്ടുണ്ട്. തുളസിയില നമുക്കറിയാം, തുളസിയില വളരെ അധികം ഔഷധ ഗുണമുള്ളതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിനും മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ താരനെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക ഇതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് തുളസിയില. അപ്പോൾ തുളസിയിലയും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ, മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയില വളരെ നല്ലതാണ്, മുടി വളരുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മുടികൊഴിച്ചിലൊക്കെ മാറിയതിന് ശേഷം നല്ല ഇടതൂർന്ന മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങയിലയും കൂടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് മുരിങ്ങയിലയും എടുത്തു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ സവാളയല്ല, ചെറിയ ഉള്ളി. നല്ലുള്ളി എന്നൊക്കെ, ചെറിയ ഉള്ളി എന്നും നല്ലുള്ളി എന്നും ഒക്കെ പറയുന്നതാണിത്. ഇത് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പിടിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയതായാലും കുഴപ്പമില്ല, കുറച്ച് ഇത്രേശയുള്ള വലുതായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഒരു പിടിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വളരെയധികം ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്കായ മാറുന്നതിന് വളരെയധികം സഹായിക്കും. താരനും മുടിയിൽ തലയൊട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിലും ഒക്കെ മാറുന്നതിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പേനിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിനും വളരെയധികം നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് മുടി നല്ല രീതിയിൽ വളരുന്നതിന് വളരെയധികം സഹായിക്കും. മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ മാറിയതിന് ശേഷം നല്ല രീതിയിൽ മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കും. കാരണം ഈ ചുമന്ന ഉള്ളി, കൊച്ചുള്ളി എന്ന് പറയുന്ന ഈ ഉള്ളി തന്നെ വളരെയധികം നല്ലതാണ്. മുടി വളരുന്നതിന് നല്ലതാണ്. മുടിയിൽ നല്ല എന്താ പറയുക, മുടി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതിനും മുടി പൊട്ടിപ്പോകുന്നതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഉള്ളിയുടെ നീരെന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. തലയിൽ എണ്ണ തേക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം, തൂത്ത് തേച്ച് കൊടുക്കാം. അല്ല, തൂത്ത് തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ കയ്യിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തടവി ചൂടാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നു. ഇങ്ങനെ ആക്കി തേച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ തൂത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതേപോലെ നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കുക. കയ്യിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ അങ്ങ് നെറ്റിയിലോട്ട് വന്നു പോയി നമുക്കിതുപോലെ അങ്ങ് തലയിലേക്ക് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം. എല്ലാം നമുക്കിതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം.
ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കണം. തലമുടിയിലെല്ലാം നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റ് നേരമൊക്കെ നമ്മുടെ തലയിൽ അത് വെച്ചിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള റിസൾട്ട് അതിൻ്റെ കിട്ടുകയുള്ളൂ. 25 മിനിറ്റ് നേരം നിൽക്കുമ്പോൾ തലയിൽ നീരിറക്കം ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയിലയൊക്കെ തേച്ച് ചേർത്തിട്ടുള്ളത്. കാരണം പനിക്കൂർക്കയില നീരിറക്കമൊക്കെ വരുന്നവർക്ക് വളരെയധികം നല്ലതാണ്. അതായത് പെട്ടെന്ന് തലയൊക്കെ ചില കുഞ്ഞുങ്ങളായാലും കണ്ടിട്ടില്ലേ, പെട്ടെന്ന് തലയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മമാർ ഇതുപോലെ പനിക്കൂർക്കയിലയൊക്കെ ഇങ്ങനെ തിരുമ്മി തലയെ ഉച്ചിയിൽ തേച്ച് കൊടുക്കത്തില്ല. അത് പനിയൊന്നും വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ നീരിറക്കമൊക്കെ വന്ന് വയ്യായികയൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മൾ നീരിറക്കമൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പനിക്കൂർക്കയിലയും കൂടെ ചേർത്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ഒരു 25 മിനിറ്റ് നേരമൊക്കെ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം നമ്മൾ ഏകദേശം ഒരു മാസമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറുന്നതിനും താരനുള്ളവർക്കൊക്കെ ആണെങ്കിൽ താരൻ നല്ല പൊറ്റ പോലെ ഇങ്ങനെ ഇളവി പോവും, താരനൊക്കെ അങ്ങനെ പോകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.